ഗൈസ്, ഞാൻ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാണ്. സിംഗപ്പൂരിൻ്റെ റാഫിൽ പ്ലേസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ചുമ്മാ ഔട്ടിങ് വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പുറകിൽ കാണുന്നുണ്ട്, ഇതൊരു കല്ലാണ്. ആക്ച്വലി ഇതൊരു കല്ലിൽ വന്നിട്ട് സിംഗപ്പൂരിൻ്റെ കൾച്ചറിനെക്കുറിച്ചും സിംഗപ്പൂർ ഒരു വലിയ സിറ്റി ആയതിനെക്കുറിച്ചും അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. എൻ്റെ ബിഹൈൻഡിൽ കണ്ടോ, ഇത് വന്നിട്ട് പണ്ട് സിംഗപ്പൂരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മലേഷ്യയുടെ ഒരു ഇതായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ മലേഷ്യയിൽ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് നോക്കും ഇതുപോലെ മാടുമാരി പണിയെടുപ്പിച്ചും കുറേ ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. മാടുമാരി പണിയെടുത്ത് അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ഹാപ്പിനെസ്സോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അതിനെതിരെ സ്ട്രഗിൾ ചെയ്തിട്ട് കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾക്കായിട്ടൊരു നാട് വേണം, ഞങ്ങൾക്കായിട്ടൊരു ഇൻഡിപെൻഡൻ്റ് ഒരു നാട് വേണമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ സമരം ചെയ്ത് അങ്ങനെ മേടിച്ചെടുത്ത സ്ഥലമാണ് ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു സ്ഥലം. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ സ്വാതന്ത്ര്യം ചെയ്ത് അവർക്കായിട്ടുള്ളൊരു നാടിനെ അവർ പിടിച്ചടക്കി അവർ സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടൽ പോർഷൻ ഉണ്ടല്ലോ, ഈ സിംഗപ്പൂരിൻ്റെ ഒരു കടൽ പോർഷനാണ് മലേഷ്യ സിംഗപ്പൂരിന് വിട്ടുകൊടുത്തത്. അപ്പോൾ അതാണ് ഈ കാണുന്നത് കണ്ടോ. ഇവരിവിടെയാണ് ഫസ്റ്റ് സിംഗപ്പൂർ സ്വാതന്ത്ര്യം കിട്ടി ഫസ്റ്റ് വരുന്നത്. ഈ പ്രദേശത്താണ് വരുന്നത്. അവരോ അങ്ങനെ ജീവിക്കാൻ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ കടലിലുള്ള നമ്മുടെ നാട്ടിലത്തെ പോലെ കടലിലുള്ള സാധനങ്ങൾ വെച്ചാണ് അവരുടെ ജീവിതമാർഗ്ഗം അന്ന് കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് കൊച്ചു ബോട്ടുകളുണ്ടോ, ഇതൊരു കടൽ പോർഷനാണ്. ഒന്നുമില്ലാത്ത വെറും ഒരു എന്താ പറയുക മരുഭൂമി പോലത്തെ ഒരു കടൽ പോർഷനാണ് സിംഗപ്പൂരിന് മലേഷ്യ വിട്ട് കൊടുത്തത്. അപ്പോൾ അവർ ഈ കുഞ്ഞു ബോട്ടുകളും ഇങ്ങനത്തെ അങ്ങനെ ബോട്ടുകളും നമുക്ക് ഇതെല്ലാം വെച്ചാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗപ്പൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുക. ഫസ്റ്റത്തെ സിംഗപ്പൂർ സിറ്റി ആവുന്നതിന് മുൻപ് ഇങ്ങനെ ആയിരുന്നു. പിന്നെ അവർ കണ്ടോ കുഞ്ഞു കുടിലുകളൊക്കെ വെച്ച് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ കാണത്തില്ലേ കുഞ്ഞു കുടിലുകളും, അവർ അങ്ങനെ സാധാരണക്കാരെ പോലെ ജീവിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഈ കടലിലുള്ള മത്സ്യബന്ധനം നമ്മുടെ നാട്ടിലത്തെ പോലെ അതിങ്ങനെ കയറ്റുമതി ഇറക്കുമതി അങ്ങനെ ചെയ്താണ് അവർ ആ കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഈ സിംഗപ്പൂർ സിറ്റി ഉണ്ടോ, സിംഗപ്പൂർ സിറ്റി അവർ പടുത്തുയർത്തി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഭയങ്കര വെയിലായതുകൊണ്ട് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് അവർ സിംഗപ്പൂർ സിറ്റി അവരവിടെ കൊത്തി വെച്ചേക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുക. എന്ന് വെച്ചാൽ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ് ഗൈസ്. കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാണ് സിംഗപ്പൂർ. ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഈ കുടിലിൽ നിന്നും തുടങ്ങി